ഇന്ത്യയുമായുള്ള ഇറാൻ ബന്ധം മെച്ചപ്പെടുകയാണ്. 2026-27 ബജറ്റിൽ ചബഹാർ തുറമുഖത്തിനുള്ള വിഹിതം 0 വെട്ടിക്കുറച്ചിരുന്നു. ഇതിനെ തുടർന്ന് ചബഹാർ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുമായി സഹകരിക്കാം എന്ന വാക്ക് ഇപ്പോൾ ഇറാൻ പറയുകയാണ്. 2018 തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമായ ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡിന്റെ പെട്ടെന്നുള്ള അടച്ചുപൂട്ടൽ, അതുപോലെ തന്നെ US ഉപരോധങ്ങളെ തുടർന്ന് കമ്പനിയിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഏറ്റവും അവസാനം രാജിവെച്ചത്, ഇതൊക്കെ കാരണങ്ങളായപ്പോൾ ചബഹാർ തുറമുഖത്തിലെ ഷാഹിദ് ബെഹെഷ്തി ടെർമിനലിലെ ഇന്ത്യയുടെ പ്രവർത്തനങ്ങളുടെ ഭാവി എന്താകും എന്നതിനെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നതാണ്. 2025-26 ചബഹാറിനുള്ള വിഹിതം 100 കോടിയിൽ നിന്ന് 400 കോടിയായി പരിഷ്കരിച്ചത് 2026-27 0 കുറച്ചതായി ബജറ്റ് രേഖകൾ സൂചിപ്പിക്കുന്നു. ചബഹാർ തുറമുഖം നിർണായകമാണ്. അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും പ്രവേശനം നേടുന്നതിൽ ചബഹാറിന് നല്ല പങ്ക് വഹിക്കാൻ സാധിക്കും. ചില രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് ഇന്ത്യയുമായി ഇറാന് നല്ല ബന്ധമുണ്ട്. ഈ വിഷയത്തിൽ ഇറാനും ഇന്ത്യയുമായുള്ള ബന്ധം വികസിപ്പിക്കണം എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇറാനിയൻ വിപ്ലവത്തിന്റെ 47ാം വാർഷികമാണ്. അതിനു മുന്നോടി ഇറാനിയൻ എംബസിയിൽ നടന്ന മാധ്യമങ്ങളുടെ ഒരു സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ ഇറാൻ അധികാരികൾ പ്രസ്താവിച്ചിരിക്കുന്നത്. പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇറാന്റെ ശേഷിയുടെ ഭാഗമാണ് ചബഹാർ തുറമുഖം എന്നും ഈ സൗകര്യത്തിന്റെ വികസനത്തിൽ ഇന്ത്യയുടെ തുടർച്ചയായ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾ ഇന്ത്യൻ പക്ഷത്തേക്ക് നയിക്കണമെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതുവരെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്കൊരു അഭിപ്രായവുമില്ല. ചബഹാർ എന്നത് ചബഹാറാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്ഥാനം മാറില്ല. ചില രാജ്യങ്ങൾ മധ്യേഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പ്രവേശനം നേടുന്നതിന് ഭൂമിശാസ്ത്രപരമായ ഈ സ്ഥാനം ഉപയോഗിക്കുന്നുണ്ട്. ചബഹാർ വീണ്ടും ഇന്ത്യയുടെ കൈകളിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ഇറാനിലുള്ള ചബഹാർ തുറമുഖത്തേക്ക് റഷ്യയും ഇറാനും US പ്രഖ്യാപിച്ച ഉപരോധം അടുത്തിടെ ട്രംപ് ഭരണകൂടം ചബഹാറിന് ബാധകമാക്കിയത് ഇന്ത്യക്ക് സമ്മാനിച്ചത് ഒരു തിരിച്ചടിയാണ്. ഇന്ത്യയുടെ ആവശ്യം പരിഗണിച്ച് പിന്നീട് US ഉപരോധം 2026 തുടക്കത്തിലേക്ക് വരെ മരവിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. ചബഹാറിലേക്ക് റഷ്യയും രംഗപ്രവേശനം നടത്തിയാൽ അത് US-നും പാകിസ്ഥാനും ഒരുപോലെ വെല്ലുവിളിയാകും. പാകിസ്ഥാനെ ആശ്രയിക്കാതെ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, തുർക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, റഷ്യ ഇവിടങ്ങളിലേക്കും ഈ രാഷ്ട്രങ്ങളിലൂടെ യൂറോപ്പിലേക്കും കടന്നു ചെല്ലാനുള്ള ഇന്ത്യയുടെ തുറപ്പുചീട്ടാണ് ചബഹാർ. അതേസമയം ചബഹാറിന് സമീപത്ത് ചൈനീസ് നിയന്ത്രണത്തിലും നിക്ഷേപത്തിലും പാകിസ്ഥാൻ ഗ്വാദർ തുറമുഖവും സജ്ജമാക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനിടെ ചബഹാറിൽ റഷ്യയുടെ പിന്തുണ കൂടി കിട്ടിയാൽ ഇന്ത്യക്ക് അത് വലിയ ഒരു കരുത്താകും. നിലവിൽ റഷ്യയിൽ നിന്ന് ഇറാനിലേക്ക് നീളുന്ന നോർത്ത് സൗത്ത് ചരക്ക് നീക്ക ഇടനാഴിയുണ്ട്. ഈ ദീർഘദൂര റെയിൽ പദ്ധതിയെ ചബഹാറുമായി ബന്ധിപ്പിക്കാനാണ് റഷ്യയുടെ നീക്കം. ഇത് ചബഹാറിൽ ഇന്ത്യയുടെ പ്രവർത്തന ലക്ഷ്യങ്ങൾക്ക് കൂടുതൽ കരുത്താകും. ചബഹാറിൽ നിന്ന് INSTC വഴി ഇന്ത്യക്ക് മധ്യേഷ്യയിലേക്കും യൂറോപ്പിലേക്കും വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കും. അതിർത്തി സംഘർഷത്തിന്റെ പേരിൽ പാകിസ്ഥാനുമായി തെറ്റിപ്പിരിഞ്ഞ അഫ്ഗാൻ ഭരണകൂടം ചരക്ക് നീക്കത്തിനായി ഇപ്പോൾ പ്രധാനമായും ഇന്ത്യയും ഇറാനെയുമാണ് ഉറ്റുനോക്കുന്നത്. അഫ്ഗാനിൽ നിന്ന് ഏറെ അടുത്താണ് ചബഹാർ എന്നത് താലിബാൻ ഭരണകൂടത്തിനും നേട്ടമാകും. ചൈനയെ ഉന്നമിട്ട് പാകിസ്ഥാനിൽ സൈനിക താവളം സ്ഥാപിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നു എന്ന ആരോപണവുമായി അടുത്തിടെ ഇറാൻ രംഗത്ത് വന്നിരുന്നു. ഇതാകട്ടെ ചബഹാറിനും പാകിസ്ഥാനും ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഗ്വാദർ തുറമുഖത്തിനും സമീപത്താണ്. പാകിസ്ഥാനാണ് ഇതിന് ഒത്താശ ചെയ്യുന്നത് എന്ന് ഇറാൻ ആരോപിച്ചിരുന്നു. മേഖലയിൽ വ്യാപാര, വാണിജ്യ, ഊർജ്ജ മേഖലകളിൽ ചൈനയ്ക്കുള്ള ആധിപത്യത്തിന് തടസ്സമുണ്ടാക്കുക തന്നെയാണ് സൈനിക താവളം ഒരുക്കുന്നതിലൂടെ അമേരിക്ക ഉന്നമിടുന്നത് എന്ന ആരോപണവും ഇറാൻ ഉയർത്തിയിരുന്നു. പാകിസ്ഥാനിൽ US സൈനിക താവളം വരുന്നത് ശരിക്കും ഇറാനും തിരിച്ചടിയാണ്. ദക്ഷിണ ഇറാനിലെ സിസ്താൻ, ബലോചിസ്ഥാൻ പ്രവിശ്യയിലാണ് ചബഹാർ. ഇന്ത്യ വൻതോതിൽ നിക്ഷേപവും സാങ്കേതിക പിന്തുണയും നൽകി നിർമ്മിച്ചതാണ് ചബഹാർ. തുറമുഖ വികസനത്തിന് $120 മില്യൺ നിക്ഷേപവും അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഒരുക്കാൻ $250 മില്യൺ വായ്പയും ഇന്ത്യ ഉറപ്പുവരുത്തിയിരുന്നു. 2024-25 ഇന്ത്യ 100 കോടി രൂപ വായ്പയും ചബഹാറിന് അനുവദിച്ചിരുന്നു. ചബഹാറിൽ നിന്ന് ഇറാന്റെ ഹൃദയഭാഗത്തുകൂടി കടന്നു പോകും വിധം 700 കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽപാതയും നിർമ്മിക്കുന്നുണ്ട്. ഇതുമായാണ് റഷ്യൻ ചരക്ക് നീക്ക ഇടനാഴി ബന്ധിപ്പിക്കുന്നത്. ഇറാനുമായും അഫ്ഗാനിസ്ഥാനുമായും 2014 ത്രികക്ഷി കരാറിന് കീഴിലാണ് ചബഹാർ തുറമുഖത്ത് ഷാഹിദ് ബെഹെഷ്തി ടെർമിനൽ ഇന്ത്യ വികസിപ്പിക്കുന്നത്. ഇറാനുമായി വ്യാപാര ഇടപാടുകളിൽ ഏർപ്പെടുന്നവർ ഉപരോധത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് ബൈഡൻ ഭരണകൂടം അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എങ്കിലും ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിൽ ഇന്ത്യക്ക് ഇളവ് അനുവദിച്ചിരുന്നു. ഇതാണ് ട്രംപിന്റെ ഉത്തരവിലൂടെ റദ്ദ് ചെയ്യപ്പെട്ടത്. 10 വർഷത്തേക്കുള്ള തുറമുഖത്തിന്റെ നടത്തിപ്പിനായുള്ള കരാറിലാണ് 2 രാജ്യങ്ങളും ഒപ്പുവെച്ചിരുന്നത്. ഈ കരാർ ഇരു രാജ്യങ്ങൾക്കും പരസ്പരം ബന്ധപ്പെടുന്നതിനും വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാകുന്നതിനും പ്രധാന പങ്കുവഹിക്കുന്ന ഒരു കരാറായിരുന്നു. ഇന്ത്യ ആദ്യമായി ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തതും ചബഹാർ തുറമുഖത്തിൻ്റെതാണ്. എന്തായാലും ഇപ്പോൾ ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയത്തിൽ ഇറാൻ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കം നടത്തുന്നത് എന്തുകൊണ്ടും ഇന്ത്യക്ക് ഒരു സുപ്രധാനമായ അവസരത്തിലേക്കുള്ള വഴി തുറക്കലാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.